പരിശുദ്ധ റമളാനിൽ എല്ലാ സമയത്തും ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഒരു 4 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഒന്ന് ഷഹാദത്ത് കലിമ തന്നെ അല്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റൊരു മനുഷ്യൻ്റെ, മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ പരമപ്രധാനമായൊരു സംഗതിയാണ് ഷഹാദത്ത് കലിമ. മുസ്ലിം ആവാനുള്ളതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ. നസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. സ്വർഗ്ഗത്തെ ചോദിക്കുക. നസ്അലുകൽ ജന്നന, ഞാൻ പഠിച്ചവനെ നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നരകത്തിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. ഇത് റമളാനിൽ ഏത് സമയത്തും, ഒന്നാമത്തോ രണ്ടാമത്തോ മൂന്നാമത്തോ ഇല്ലാതെ തന്നെ എല്ലാ സമയത്തും നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ദുആണ്. ഇനി റമളാനിലെ ഓരോ പത്തിലും നമ്മൾ പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ പ്രത്യേകമായി വന്ന അത് അതിൻ്റെ അർത്ഥം മഗ്ഫിറത്ത് ഒന്നാമത്തെ ചോദിക്കാൻ പറ്റൂല എന്നല്ല, അല്ലല്ലേ? അങ്ങനെയാണല്ലോ. റഹ്മത്തിന്റെ 10 മഗ്ഫിറത്ത് ചോദിക്കാൻ പറ്റൂല എന്നുള്ളതല്ല. അതെന്ത് ചെയ്യാം, ഒന്നാമത്തെ 10 മഗ്ഫിറത്ത് ചോദിക്കാം, യത്ഖു മിനാർ ചോദിക്കാം. പക്ഷെ അത് അതിനായിട്ട് പ്രത്യേകമായിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു ദിക്ർ കൊടുത്തിട്ട് ആ റഹ്മത്തെ ചോദിക്കാണ്. അപ്പോൾ ഒന്നാമത്തെ 10 നമ്മൾ ചൊല്ലുന്ന ദിക്ർ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, കരുണവാനായ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവരെ റഹ്മത്ത് ചെയ്യണേ എന്നുള്ള ഇതാണ്. രണ്ടാമത്തെ 10 നമ്മൾ ചോദിക്കൽ അല്ലാഹുമ്മ ഗുഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, ഒരു മഗ്ഫിറത്തിന്റെ ഒരു വാക്കാണ് അല്ലേ. കുറച്ചവനെ എൻ്റെ ദോഷങ്ങളൊക്കെ നീ എനിക്ക് പുറത്തു തരണേ. എത്രയോ തെറ്റുകൾ വന്നിട്ടുണ്ടാവും, ആ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അപ്പോൾ തന്നെ ഒരു വേറൊരു ദിക്റും കൂടെ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം. വഅദ്ഖിൽനിൽ ജന്ന, മോചിപ്പിച്ചിട്ട് പിന്നെ എവിടേക്ക് എത്തിക്കണം? സ്വർഗത്തിലേക്ക് എത്തിക്കുമാണ് അല്ലേ. ആ ദുആണ്. അതിൽ നമ്മൾ എല്ലാ സമയത്തും ദുആ ചെയ്യുന്ന ഒരു ദുആ കൂടിയാണ് അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അർത്ഥം പറയുകയാണെങ്കിൽ പഠിച്ചവനെ നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യുന്നവരെ നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനാണ്. അല്ലാത്തൊരു അല്ലാത്തൊരു വാക്കാണ്. മനുഷ്യന്മാർ പരസ്പരം ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ പോലും നമ്മളെപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചെയ്യേണ്ട ആൾക്കാർ. ആ മാപ്പ് നമ്മൾ പഠിച്ചവരോട് അങ്ങോട്ട് ചോദിക്കുക. നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യുന്നവന് ഇഷ്ടപ്പെടുന്നവരുമാണ് എന്നറിയുന്നത്. അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് ചെയ്യണേ. തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് ചെയ്യണേ എന്നുള്ളത്.